ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിഷുദിന ആശംസകൾ. അതോടൊപ്പം നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോൾ വെക്കുന്ന, അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒരുപക്ഷെ ഇത് കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒന്നായിരിക്കും, നമ്മുടെ വിഷു ഉടയാട. അത് നമുക്ക് വളരെ ഈസിയായി ഒരു 5 മിനിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം കളറിലുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കസവിൻ്റെ ബോർഡർ വരുന്ന തരത്തിലുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ വെറും പ്ലെയിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്, ക്രീം കളറിലുള്ള ക്ലോത്താണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 32 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. കണ്ടോ, 32 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. വീതി വന്നിട്ട് 14 ഇഞ്ചും വീതിയിലുമാണ് ഈ ക്ലോത്ത് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി തിളക്കമൊക്കെയുള്ള തുണിയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡും, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, ഈ 2 സൈഡും കണ്ടോ, ഇതിങ്ങനെ തേരുവശം ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ താഴത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ താഴത്തെ ഭാഗം ചെറുതായിട്ട് മടക്കി ഡബിൾ ഫോൾഡ് കൊടുത്ത് തന്നെയാണ് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഇതുപോലെയുള്ള ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ലേസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗി അനുസരിച്ച്, നിങ്ങൾക്ക് ഏതാണോ ഭംഗിയെന്ന് തോന്നുന്ന അനുസരിച്ച് ഗോൾഡനും കളറുള്ളതും ഒക്കെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഗോൾഡൻ ലേസ് വെച്ചിട്ട്, അപ്പോൾ ഗോൾഡൻ കര വരുന്ന മുണ്ടിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ നമുക്കിതുപോലെ വെച്ച് തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. മുകളിലും താഴെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ ഒരു കളറുള്ള ഒരു ലേസ് കൂടി വെച്ച് തയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ. കളറൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഒരു ലേസും, ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒരു ലേസ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാം. അതായത് തുടക്കം മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ ചുരിദാർ മാത്രമായിട്ടോ ഫ്രോക്ക് മാത്രമായിട്ടോ ഇതെല്ലാം കൂടി പഠിക്കണമെങ്കിലോ ഒക്കെ തന്നെയും ഇതെല്ലാം നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞൊരു മന്ത്ലി ഫീസിലാണ് ഞാൻ നിങ്ങൾക്കിത് തരുന്നത്. ആഗ്രഹമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ ഈ 3 ലേസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി, കണ്ടോ, 1 ഇഞ്ചൊക്കെ വരുന്ന ഇങ്ങനെ മടക്കിയെടുക്കുക. ഫുള്ളായിട്ടിങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഫുള്ളായിട്ട് മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മടക്കി നന്നായിട്ട് അയൺ ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ ചുവട് ഭാഗം, താഴത്തെ ഭാഗം ഇതുപോലെ ഈ ലേസ് കൊണ്ട് ഒരു നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. 2-3 പ്രാവശ്യം നന്നായിട്ട് ടൈ ചെയ്ത് ചുറ്റിയെടുക്കുക കേട്ടോ. ആദ്യം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ ചുറ്റി നമുക്കെടുക്കാം. അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഈ ക്ലോത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഒന്നുകിൽ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ ക്ലോത്ത് ഒട്ടിക്കുന്ന തരം ഗമ്മുണ്ടല്ലോ, അതുകൊണ്ട് ഒട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതിപ്പോൾ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കൈ കൊണ്ടാണ് ഇത് തുന്നുന്നത്. കൈത്തയ്യൽ കൊണ്ട് ഇതേപോലെ ഒന്നൊരു നൂലും സൂചിയും എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കൈത്തയ്യൽ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഈസിയായി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിഷുവിന് ഒരാഴ്ച മുമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബിസിനസ്സായിട്ട് സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക് യു ഫോർ വാച്ചിങ്.